ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു റൈസ് പക്കോട പാക്കലാം. ഇപ്പം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോറ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന റൈസ് ഞാൻ ഇവിടെ പൊന്നിയരിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പൊന്നിയരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് റൈസ് ഉപയോഗിച്ചാണ് ചോറ് വയ്ക്കുന്നത് ആ ചോറ് എടുത്താൽ മതി. മട്ടേരി ആണെങ്കിലും കുഴപ്പമില്ല, ബാസ്മതി അരിസി ആണെങ്കിലും കുഴപ്പമില്ല, ഏത് റൈസാണോ അതെടുക്കുക. അതെടുത്ത് നല്ലോണം കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് മട്ടേരിയൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഞാൻ കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ അളവ് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ അളവ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. റൈസിൽ ഉപ്പിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഒരു വലിയ സബോള ചെറുതായി ചോപ്പ് ചെയ്തെടുത്താണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് കടലമാവ് ചേർത്ത് കൊടുക്കുക. ഇതിൽ കടലമാവ് എത്ര വേണമെന്നില്ല, നിങ്ങൾ എടുത്തിരിക്കുന്ന റൈസിൻ്റെ ആ വെള്ളത്തിൻ്റെ അളവ് അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. കടലമാവ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം കൈ കൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുക്കുക. അതിനുശേഷം നല്ലോണം കുഴച്ചെടുക്കുക. ഈ ഒരു പരുവം വരുന്നത് വരെ നിങ്ങൾ കുഴച്ചെടുക്കണം. നമ്മൾ കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ ടൈറ്റായി പിടിക്കുമ്പോൾ ഇതേപോലെ ബോൾസായി വരുന്ന പോലെ ആ പരുവം വരുന്ന വരെ നിങ്ങൾ നല്ലോണം കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഞാൻ കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നാൽ ഇനിയൊരു സൈഡ് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തത് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇവിടെ പക്കോട റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ബാക്കിയുള്ളത് മാവ് നമ്മൾ അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരുടെ വീട്ടിലും ഉള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിന് പകരം മുളക് പൊടി ചേർത്തിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ കുട്ടികളുള്ളത് കൊണ്ട് മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് നിങ്ങളൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഉച്ച സമയത്ത് ഭക്ഷണത്തിനും ഇത് വെച്ച് കഴിക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വണ്ട റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്.